വഴിയോര മീൻ കച്ചവടം തീർച്ചയായിട്ടും തിങ്കളാഴ്ച തൊട്ട് ഇനി ഒരു കുട്ടി അവിടെ മീൻ വിൽക്കില്ല. ഇന്ന് അവർക്ക് വാണിംഗ് കൊടുത്തതാണ്. ഇനി അങ്ങോട്ട് വാണിയില്ല. വാണി ഇന്നൊന്നല്ല. പറഞ്ഞ് നിങ്ങൾ എന്ത് പണി കൊടുക്കുന്നത് ഇതിന്റെ മുമ്പേ പോയി പറഞ്ഞല്ലേ. ട്രാഫിക് നിയമ പരിഷ്കാരങ്ങൾ കർശനമാക്കാനൊരുങ്ങി പയ്യോളി നഗരസഭ. തിങ്കളാഴ്ച മുതൽ നിയമം നടപ്പിലാക്കാനാണ് നഗരസഭ, MVD, പോലീസ് സംയുക്ത തീരുമാനം. പാതയോര മത്സ്യവ്യാപാരം നിർത്തലാക്കുക, അനധികൃത ഓട്ടോറിക്ഷ പാർക്കിംഗ് ഒഴിപ്പിക്കുക, വൺ വേ സംവിധാനം എന്നിവയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ. പയ്യോളി പേരാം റോഡിലെ പാതയോര അനധികൃത മത്സ്യക്കച്ചവടം പൂർണ്ണമായും ഒഴിപ്പിക്കും. വഴിയാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ദുർഗന്ധത്തിനും കാരണമാകുന്ന പാതയോര അനധികൃത മത്സ്യവ്യാപാരം കർശനമായി നിർത്തലാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. പേരാമ്പ്ര റോഡിലെ അനധികൃത ഓട്ടോറിക്ഷ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. റോഡിന് ഇരുഭാഗത്തുമുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് പലപ്പോഴും ഗതാഗത തടസ്സം കാരണമാകുന്നുവെന്ന പരാതിയാണ് സംയുക്ത സമിതിയെ നടപടിയിലേക്ക് നയിച്ചത്. മൂന്നോ നാലോ ഓട്ടോറിക്ഷകൾക്ക് നീതി മെഡിക്കൽ ഷോപ്പിന് സമീപം പാർക്കിംഗ് ചെയ്യുന്നതിന് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും റോഡിന് ഇരുഭാഗത്തായി നിരവധി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ റോഡിന് തെക്ക് ഭാഗത്തെ ഓട്ടോ പാർക്കിംഗ് പൂർണ്ണമായും നിർത്തലാക്കും. ഗതാഗതക്കുരുക്കിൽ നിന്നും നഗരസഭാ ഓഫീസ് PNK റോഡിന് തിങ്കളാഴ്ച മുതൽ മോചനമാകും. തിങ്കളാഴ്ച മുതൽ ഈ പാതയിൽ വൺ വേ സംവിധാനം നിലവിൽ വരും. ഇതോടെ ദിവസേനയുണ്ടാകുന്ന ഗതാഗത തടസ്സത്തിന് അവസാനമാകും. പയ്യോളി ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും PNK റോഡിലേക്ക് കടന്ന് നഗരസഭാ റോഡിലൂടെ പേരാമ്പ്ര റോഡിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് വൺ വേ സംവിധാനം നടപ്പിലാക്കുന്നത്. പോലീസ് സഹായത്തോടെയാണ് പരിഷ്കാരങ്ങൾ പൂർത്തീകരിക്കുകയെന്ന് നഗരസഭാ അധ്യക്ഷൻ VK അബ്ദുറഹിമാൻ പയ്യോളി വാർത്തകളോട് പറഞ്ഞു. വഴിയോര മീൻ കച്ചവടം തീർച്ചയായിട്ടും തിങ്കളാഴ്ച തൊട്ട് ഇനി ഒരു കുട്ടി അവിടെ മീൻ വിൽക്കില്ല. ഇന്ന് അവർക്ക് വാണിംഗ് കൊടുത്തതാണ്. ഇനി അങ്ങോട്ട് വാണിയില്ല. വാണി ഇന്നൊന്നല്ല. പറഞ്ഞ് നിങ്ങൾ എന്ത് പണി കൊടുക്കുന്നത് ഇതിന്റെ മുമ്പേ പോയി പറഞ്ഞല്ലേ. എന്തിന് മെനഞ്ഞാന്ന് SI പോയിട്ട് പറഞ്ഞു. ഇന്ന് വന്ന് SI പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞതാണ് വിൽക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവർ വിൽക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു തീരുമാനം എന്തായാലും മസ്റ്റായിട്ട് എടുക്കണമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് മുമ്പിട്ട് കോള് പോകുന്നുണ്ട് ജനങ്ങളെ, പൊതുജനങ്ങളെ. ഈ മീനിന്റെ വെള്ളമൊക്കെ അവിടെ തന്നെയാണല്ലോ ഒഴുക്കുന്നത്. പലരും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ മീൻ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൽപ്പന കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ വെള്ളം റോഡിലും അതേപോലെ തന്നെ ഈ കടകളുടെ ഒക്കെ മുമ്പിൽ മറച്ചിട്ടാണ് അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മളോട്. അതിന്റെ സ്മെല്ലും കാര്യമൊക്കെ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇവിടെ പരാതി വന്നിട്ടുണ്ടെന്നല്ലോ? ഇല്ല, എന്നെ ഒരുപാടാണ്. ഞാൻ ആരോഗ്യ കമ്മിറ്റി ഹരിദാസിനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹരിദാസൻ പറഞ്ഞ് എൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്ത് ഈ 3 കാര്യങ്ങൾ തിങ്കളാഴ്ച മുതൽ നടപ്പിൽ വരുത്താൻ. ഒന്ന്, ട്രാഫിക്കിലുള്ള ഈ ഒരു വൺ വേ സംവിധാനം. പിന്നെ അതോടൊപ്പം തന്നെ പാതയോര മത്സ്യ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ ഈ അനധികൃതമായ ഓട്ടോ സ്റ്റാൻഡ് പാർക്കിംഗ് ഇല്ലാതാക്കും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇത് നടപ്പിലാക്കും. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും കാണല് പിന്നെ അവിടെ നിന്ന് പോയി പറഞ്ഞ് പിന്നീട് അന്ന് മാത്രം ആ ഒരു സംവിധാനം നിലവിൽ വന്നു. പിന്നീട് അതും അഴകുഴമ്പൻ രീതിയിലേക്ക് പോകുന്ന രീതിയിലല്ലേ അവർ തയ്യാറാണോ? അവര് തയ്യാറാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോദ്യമല്ല. തയ്യാറാണോന്ന് വെച്ച് കഴിഞ്ഞാല് മുനിസിപ്പാലിറ്റിന്റെ മാത്രമല്ല, ട്രാഫിക്കിന്റെയും പോലീസിന്റെയും ഒക്കെ ഒത്താശയോടുകൂടി അവര് 3 കൂട്ടരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പോലീസ് ഡിപ്പാർട്ട്മെന്റും പിന്നെ MVD എടുത്ത തീരുമാനപ്രകാരമാണ് ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞത്. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അവർ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് പോലീസാണ്. പക്ഷെ ചെയർമാൻ വേറെ കാര്യം പറയാനാണ്, നമ്മൾ നേരത്തെ ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും
പ്രാബല്യത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടില്ല. അന്ന് പ്രാബല്യത്തിൽ വരാൻ ഞാൻ വേറെ കാര്യമുണ്ട്. കാരണം അന്ന് നമ്മുടെ പിന്നെ വികസനം, റോഡിന്റെ വികസനം തുടങ്ങിയ ശേഷമാണ് സത്യത്തിൽ ഇവർക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ല. അപ്പൊ കോടതിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും പയ്യോളി കോടതിയുടെ മുന്നിൽ നീണ്ട നിര കാണാൻ. തീർച്ചയായിട്ടും ഇന്ന് ഒരു വാഹനം ഒരു ഓട്ടോറിക്ഷ പോലും അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ മേഖലയിൽ തന്നെ ഈ പറഞ്ഞ ഈ സ്ഥലം ബാങ്കിന്റെ അടുത്ത് നീളത്തിലുള്ള ഇതുണ്ടായിരുന്നു, ഓട്ടോ പാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ശുഭ ഹോസ്പിറ്റലിന്റെ അടുത്തുണ്ടായിരുന്നു. ഇവിടൊക്കെ ഓട്ടോ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ആകെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ പേരാമ്പ്ര റോഡില്, ബീച്ച് റോഡില്, പിന്നെ ബസ് സ്റ്റാൻഡില്, അതിൽ 3 ഒതുങ്ങിയല്ലോ. അപ്പൊ അന്നത്തെ ബാക്കിയുള്ള ഓട്ടോറിക്ഷകളൊക്കെ എന്താവും, എവിടെ പാർക്ക് ചെയ്യും? അന്ന് അതുകൊണ്ടാണ് അത് നടപ്പിൽ വരുത്താൻ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ബീച്ചിലുള്ളതെന്ന് പറഞ്ഞാല് അന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാല് ഷെഫീഖിന്റെ വടക്കേ ഷെഫീഖ്, എന്റെ മുൻ ചെയർമാൻ, അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആ ഓട്ടോറിക്ഷ പാർക്കിംഗ് അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. പക്ഷേ അത് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്ന് ഞങ്ങൾ കർശനമായ നിലപാടായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ ഇവർക്ക് ഈ ഷോപ്പുകാർ, അതിന്റെ അടുത്തുള്ള ഷോപ്പുകാർ ഞങ്ങളിട്ട് വന്ന് പരാതി പറയാം, ഞങ്ങളുടെ കടകളിൽ ആള് വരുന്നില്ല, ഓട്ടോ ഇല്ലിട്ട്. അങ്ങനെ പിന്നെന്തായി, ഓട്ടോ ഇല്ലാഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പരാതിയാണ്. സൂപ്പർ മാർക്കറ്റെല്ലാം വന്ന് പറഞ്ഞതാ, ഈ ഓട്ടോ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ സാധനം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഗേറ്റും കണക്കിന് അപ്പുറം പോയിട്ട് വിളിക്കേണ്ട ഗതിയോട് വരുന്നത്. അപ്പൊ നമ്മളൊരു 3 ഓട്ടോറിക്ഷക്ക് നല്ലതാ വിചാരിച്ചത്. തീർച്ചയായിട്ടും. കാരണം ബിസിനസ് നടക്കണം, ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്, പ്രയാസങ്ങൾ ഉണ്ടാകരുത്. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെന്താക്കിയതാ, നല്ല നിലക്കൊരു തീരുമാനം എടുത്താ 3 ഓട്ടോ പാർക്ക് ചെയ്യും, ബാക്കി നിങ്ങൾ ടെലിഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ 3 എണ്ണം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനത്തിലെത്തിയതാണ്. പക്ഷെ അത് 3 കൊടുത്തപ്പോ അതിന്റെ മുമ്പേ ഉള്ള സ്ഥിതിനെക്കാട്ടി വഷളായി. പിന്നെ മെയിൻ റോഡ് വരെ നീണ്ടു നിൽക്കുന്ന നിരയാണ് നമ്മൾ കാണുന്നത്. ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തും ഗേറ്റിന് കിഴക്ക് ഭാഗത്തും നീണ്ട നിരയിലുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ്, ഗതാഗതത്തിന് പോലും തടസ്സമാകുന്ന രീതിയിൽ പലപ്പോഴും എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ട് ഇവരെ ഓട്ടോ പാർക്കിങ്ങിനെ സംബന്ധിച്ചിട്ട്. നടന്നു പോകാൻ കഴിയുന്നില്ല. കാരണം പിന്നെ റോഡ് മേലെ നടക്കേണ്ടത്, റോഡ് മേലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വാഹനം വരുന്നാലോ ഇവര് ഒതുങ്ങിപ്പോവുക. എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷന്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും തീരുമാനമുണ്ടോ? അതിലിപ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ എന്തെങ്കിലും ഒരു വർക്ക് ഇപ്പം പണി കുറച്ച് പുരോഗമനത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ആ വർക്ക് കഴിഞ്ഞാലല്ലാതെ ഇതിന്റെ ഫ്ലൈ ഓവറിന്റെ താഴെ ഭാഗം പാർക്കിംഗ് സൗകര്യത്തിൽ നമുക്ക് കിട്ടണം. നമ്മൾ അതിന് വേണ്ടിയുള്ള ലെറ്ററുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒരു ലെറ്ററും കൂടി ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ തന്നെ വീണ്ടും കൊടുക്കും. അത് ഒരു കാരണവശാലും അത് അടക്കപ്പെടരുത്. കാരണം ഇപ്പം ബംഗളം എല്ലാം കണ്ടില്ലേ, 2 സൈഡും കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് ഒക്കെ കണ്ടതാ. അപ്പൊ അതുപോലെ ഇത് പയ്യോളി നടക്കുകയില്ല. പയ്യോളി കാരണം എന്താ വെച്ചാല് വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഇറങ്ങണം, പുറത്തേക്കും പോകണം. അപ്പൊ അത് 2 സ്പാനുകളുള്ള സൗകര്യം അതിനായിട്ട് തന്നെ വേണം. പിന്നെ ആകെ 2 സ്പാനുള്ളൂ, 4 സ്പാനാണ് നമുക്കുള്ളൂ. ആ 4 സ്പാനിൽ 2 സ്പാനില് വാഹനങ്ങൾ അകത്തേക്ക് കടക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാക്കി. ബാക്കി 2 സ്പാൻ നമുക്ക് എന്താക്കാം, ഇതുപോലുള്ള ഓട്ടോറിക്ഷകളും ഗുഡ്സുകളും വാഹന പാർക്കിംഗ് ആയിട്ട് നമുക്ക് ഒരു പരിധി വരെ അതിനുള്ള പരിഹാരങ്ങൾ. ഒരു ചെറുപ്പം മറ്റൊരു ചോദ്യം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ നമ്മൾ ടൗണ് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന കുറച്ച് പരിഷ്കാരങ്ങൾ പറയുന്നുണ്ട്, 3 പരിഷ്കാരങ്ങൾ അല്ലേ? ഇന്ന് ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞൊരു 3 പരിഷ്കാരങ്ങൾ. അപ്പോൾ ആ പരിഷ്കാരങ്ങളെ കുറിച്ചൊരു പേരാമ്പ്ര റോഡിലുള്ള റോഡ്, ആ റോഡിന്റെ തെക്ക് ഭാഗത്ത് അലോട്ട്മെന്റ് ഇല്ലാത്ത, പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത, ഓട്ടോറിക്ഷ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത. കാരണം അവിടെ തന്നെ നമ്മൾ കാണാം, ചെടി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആ ശുചിത്വത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട്. ആ വടക്ക് ഭാഗത്താണ് ഓട്ടോറിക്ഷക്ക് പെർമിഷൻ ഉള്ളൂ നിലവിൽ. എത്ര ഓട്ടോ? അത് 3 ഓട്ടാന്ന് പറഞ്ഞത്. പക്ഷെ അത് 10, 12, 15 നമുക്ക് നമ്മളിപ്പോ കാണാനുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര റോഡിൽ നിന്ന്
ഈ നമ്മളെ ഓഫീസിന്റെ മുന്നിൽ കൂടി പോകുന്ന ഉം. അത് ക്ലോസ് ചെയ്തിട്ട് 1 വേ ആക്കിയിട്ടുണ്ട്. ഉം. നമ്മുടെ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുന്ന ആ ഇതുണ്ടല്ലോ, റോഡുണ്ടല്ലോ, അതെ. ആ റോഡിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് പേരാമ്പ്ര റോഡിലേക്ക് പോവുക. അപ്പോൾ ബസ് സ്റ്റാൻഡ് റോഡ് നേരെ കിഴക്ക് ഭാഗത്തേക്ക് വന്നിട്ട് പേരാമ്പ്ര റോഡിലേക്ക് ഇറങ്ങുന്ന രീതി, ഇറങ്ങുന്ന രീതിയിൽ. അല്ലാതെ പേരാമ്പ്ര റോഡിൽ നിന്ന് നഗരസഭ റോഡിലേക്ക് കയറുന്ന പരിപാടിയല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെസ്. അത് അന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഞങ്ങൾ എടുത്ത തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്നു തീരുമാനം, നേരത്തെ ഉണ്ടായ തീരുമാനം. ഇപ്പൊ നടപ്പിൽ വരുത്താൻ പിന്നെ ഓണം കഴിഞ്ഞിട്ട്, കാരണം ഓണത്തിന്റെ തിരക്കും ഇവിടെയും കുറെ കച്ചവടക്കാരുള്ളതല്ലേ, അപ്പൊ അവരെല്ലാവരും മാനിക്കണം നമ്മൾ. ആ ഓണത്തിന് ഇത് കഴിഞ്ഞിട്ട്, ഓണം കഴിഞ്ഞ ശേഷം ആ പദ്ധതി വരുത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്.